ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 വിഷയങ്ങളാണ്. ഇറാൻ അമേരിക്ക ഡെവലപ്മെൻറ്റ് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അത് സൈഡിൽ നടക്കട്ടെ, കാരണം അത് കൂടുതലായിട്ട് അങ്ങ് ഡെവലപ്പ് ആകുന്നില്ല. ഇറാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ക്ലോസർ ടു ഡീലിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതലായിട്ട് സ്പെക്കുലേറ്റ് ചെയ്ത് വാർത്തകൾ കെട്ടിച്ചമയ്ക്കേണ്ട എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട്. ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ IDF സോൾജേഴ്സിന് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതായത് തനിയെ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാവണം. അത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് തയ്യാറാവണം എന്നുള്ള മുന്നറിയിപ്പ്, പ്രിപ്പയർഡ്നെസ്, അത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 300 ബില്യൺ ഇറാന് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം കൊടുക്കാം, എയ്ഡായിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഉള്ളിൽ ചർച്ചകൾ നടക്കുകയാണ്. അതായത് ഇറാൻ ഡീലിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫ്രോസൺ ഫണ്ടുകൾ റിലീസ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും. അതിലുപരിയായിട്ട് 300 ബില്യൺ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ഇറാൻ അമേരിക്ക ഡീലിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു മണി ബന്ധപ്പെട്ട ചർച്ച ആരോ ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതൊന്നെങ്കിൽ അമേരിക്ക ആയിരിക്കാം, അല്ലെങ്കിൽ ഇറാൻ ചോദിച്ചതായിരിക്കാം. പാകിസ്ഥാൻ അറിയാം ഗുട്ടൻസ് എന്താണെന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിനയലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ലിൻസി ഗ്രഹാം പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും $300 ബില്യൺ കൊടുക്കാൻ പറ്റില്ല എന്നാണ് തീർത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കോൺഗ്രസിൻ്റെ അപ്രൂവലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്ന് ട്രംപിന് പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റിയൊരു തുകയല്ല ഇത്. ട്രംപിന് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ അതിൻ്റെ ഉത്തരം അവിടെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഇറാൻ അമേരിക്ക ചർച്ച ഒരു പരിധിവരെ നടക്കുന്നില്ല, ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും ആക്രമണമില്ല, ഇങ്ങോട്ടും ആക്രമണമില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്നുമില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. UAE ഇറാനുമായിട്ട് ഒരു എസ്കലേഷൻ നെഗോസിയേഷൻ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപിൻ്റെ ഈ ഇഴച്ചിലാണ്. ട്രംപ് പരമാവധി യുദ്ധത്തിനെ വലിച്ചഴച്ച് എക്കോണമിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ, പ്രത്യേകിച്ച് UAE പോലത്തെ രാജ്യങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള മാർഗങ്ങൾ തിരയുന്നുണ്ട് അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ അമേരിക്ക ഇറാനെ അടിച്ചൊതുക്കി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി തരും എന്നാണ് വിചാരിച്ചിരുന്നത് ഇവരെല്ലാവരും. പ്രത്യേകിച്ച് UAE മിഡിൽ ഈസ്റ്റിൽ ഒറ്റയ്ക്കാണ്. കാരണം അവർ ഒപ്പെക്കിൽ നിന്നും പുറത്താണ്. സൗദി അറേബ്യയ്ക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി ഉൾപ്പെടെ രാജ്യങ്ങളെല്ലാം തന്നെ UAE ഒന്ന് കോണറൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. UAEക്ക് ശക്തമായിട്ടുള്ള പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഇന്ത്യൻ മാർക്കറ്റാണ് UAE ലക്ഷ്യമിടുന്നത്. ഇപ്പം ഇറാനും UAEയും തമ്മിൽ നടത്തുന്ന നെഗോസിയേഷൻ, പ്രത്യേകിച്ച് അവരുടെ ഓയിൽ ട്രേഡ്, UAE ചില കമ്പനികൾ ത്രൂ, ചൈനയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾ ത്രൂ ഇറാൻ അവരുടെ എണ്ണ വിൽക്കുന്നുണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ആഴ്ചയ്ക്ക് മുമ്പ് അമേരിക്ക ചില പ്രത്യേക കമ്പനികൾക്ക് എതിരെ, UAEയിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾക്ക്, ചൈനയിൽ പ്രവർത്തിക്കുന്ന ചില കമ്പനികൾക്കുമെതിരെ സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ യുദ്ധം അതെല്ലാം ഒരു സൈഡിൽ നടന്നാലും ഈ എണ്ണക്കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇറാന് UAEയും അതുപോലെ തന്നെ ചൈനയും വളരെ വളരെ നിർണായകമായിട്ടുള്ള പാർട്ട്നേഴ്സാണ് ഈ എണ്ണ വിൽപ്പനയിൽ. കാരണം എണ്ണ വിൽക്കാൻ വേണ്ടിയിട്ട് UAEയും ചൈനയും നല്ല രീതിയിൽ ഇറാൻ ആശ്രയിക്കുന്നുണ്ടായിരുന്നു. ഈ ട്രേഡും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന വിഷയങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറാൻ നിരന്തരമായിട്ട് അവരുടെ ഫ്രോസൺ അസറ്റ് റിലീസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ അസറ്റ് റിലീസ് ചെയ്യാം. 2 കാര്യങ്ങൾ. ഒന്ന്, എൻറിച്ച്മെന്റ്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പാടില്ല. അതുപോലെ എൻറിച്ച്ഡ് യുറേനിയം അത് കൈമാറണം, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യണം, ഡീൽ സൈൻ ചെയ്യണം, തീർന്ന പ്രശ്നം. പക്ഷേ ഇത് തന്നെയാണ് സിൻസ് ഫ്രം ദ ബിഗിനിങ്. ഇപ്പം ട്രംപ് ഈ ഇടയ്ക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും അറ്റാക്ക് ചെയ്ത് നിർത്തുന്നതിന് മുൻപും നിർത്തിയതിനു ശേഷവും ഇതേ പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇതിലെവിടെയാണ് ഇവർ നെഗോസിയേഷൻ, അതുപോലെ ഡെവലപ്മെൻറ്റ്സ്, സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഓപ്പൺ ആക്കും, എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തോ ഒരു സംഗതി അവിടെ കുക്കാകുന്നുണ്ട്. കുക്കിംഗ് പൂർത്തിയായി ഈ ഡോക്യുമെന്റ് പുറത്തിറങ്ങിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ രാജ്യങ്ങളും പ്രതീക്ഷയിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, അതുപോലെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ രാജ്യങ്ങൾ, ഏഷ്യൻ സൈഡ്, ആഫ്രിക്ക എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം, ഒരു നല്ല തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്നത് MOU പോലും സൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീൽ പോട്ടെ, MOU, ഒരു അണ്ടർസ്റ്റാൻഡിങ്, മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പോലും 2 രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എവിടെ പോയി അവസാനിക്കും നമുക്കറിയില്ല. നിരന്തരം ഇതേപോലെ എണ്ണ വിൽപ്പനയും, നിരന്തരം ഇതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ വിലക്കയറ്റവും, അതേപോലെ ഫ്ലക്ച്വേഷൻസും, വോളറ്റൈലിറ്റിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ. ഇത് തന്നെയാണ് തുടരുന്നത്. ഇതൊരു തുടർകഥയായിട്ട് നീണ്ടു പോവാണ്. ട്രംപ് ഇന്നലെ അഗ്രസീവായിട്ട് ആക്രമണം നിർത്തിയ സ്ഥിതിക്ക് വിത്തിൻ 12 hours ഒരു ഡീൽ അല്ലെങ്കിൽ ഒരു MOU എങ്കിലും സൈൻ ചെയ്ത് അത് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. എന്ത് ട്രംപ്, എന്ത്
സുപ്രീം പവർ, എന്ത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ, എന്ത് മിലിറ്ററി മൈറ്റി, എന്ത് ലോക പോലീസ്. പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ട്രംപിന് നിറവേറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇനിയാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ചൊരു കാര്യം പറയാനുള്ളത്. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ, അതുപോലെ UAE മിനിസ്റ്റർ ലാന സഖി നുസൈബ, ഫിൻലാൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ എലീന വെറ്റാന, ഇവർ 3 പേരും കൂടി ഫിൻലാൻഡിൽ വെച്ചിട്ട് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. റീജിയണൽ ടെൻഷൻ, റഷ്യ ഉക്രൈൻ വാർ, ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റ്, അതുപോലെ തന്നെ എനർജി സെക്യൂരിറ്റി, ട്രേഡ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, സമഗ്രമായിട്ടുള്ളൊരു മീറ്റിംഗാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനം ഉണ്ടല്ലോ, ആ പത്രസമ്മേളനം നടക്കുകയുണ്ടായി. ആ പത്രസമ്മേളനം ആങ്കർ ചെയ്തത് ഗിഡിയോൺ റച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഷോർട്ടായിട്ട് പുള്ളിയെ അലക്സ് എന്ന് വിളിക്കും. അപ്പോൾ യൂറോപ്യൻ സൈഡിൽ നിന്നുമാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ. യൂറോപ്യൻസ് ആണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. യൂറോപ്പിൽ നിന്നും ആരെങ്കിലും ഇത് എഴുതി കൊടുത്താണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അതേ മാതൃകയിലുള്ള പാറ്റേൺ ആണ് പുള്ളിക്കാരൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. പക്ഷേ ജയ്ശങ്കർ ആ ചോദ്യത്തിനെ നേരിട്ട ആ ഒരു രീതി, യൂറോപ്പിന് എത്ര കിട്ടിയാലും അവർ പഠിക്കില്ല. ചോദ്യം നമ്പർ 1, റഷ്യൻ ഓയിൽ. വീണ്ടും റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ റഷ്യ സെൻറ്റിമെൻ്റൽ ആ ഒരു ട്രേഡ്, അതിനെക്കുറിച്ചാണ് പുള്ളിക്കാരൻ ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് മോറൽ ഈക്വലൻറ്റ്, ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ റഷ്യ, ഇന്ത്യ ഉക്രൈൻ, ഇതും തമ്മിൽ ഒരു മോറൽ ഈക്വലൻറ്റ് എങ്ങനെയാണ് നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ധാരാളം എണ്ണ വാങ്ങിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റഷ്യയുടെ യുദ്ധത്തിനെ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്. ജയശങ്കർ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്, ചെറിയൊരു ബ്രേക്ക് ഇടുന്നുണ്ട്, ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നുണ്ട്. ആ ബ്രീത്ത് ആ റൂമിലിരിക്കുന്ന എല്ലാ ഓഡിയൻസിനും കേൾക്കത്തക്ക രീതിയിൽ അത് എക്സൈൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് വീണ്ടും നീ ഇത് തന്നെയാണോ ചോദിക്കുന്നത്? എന്ത് ചോദ്യമാണ് ഇത്? തന്നെയല്ലേ പല വർഷങ്ങളായിട്ട് നീ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ആ എക്സൈലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് അത് അവിടെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അത് ഓഡിയൻസിന് കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് ജയശങ്കർ നേരിട്ടത്, ഞാൻ എണ്ണ വാങ്ങിക്കുന്നു, യെസ് ഞാൻ എണ്ണ വാങ്ങിക്കുന്നു, കോസ്റ്റിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് പൈസ എവിടെ കുറച്ച് കിട്ടുന്നുണ്ടോ അവിടെ ഞാൻ എണ്ണ വാങ്ങിക്കുന്നു, അതിനെന്താണ് നിനക്ക് കുഴപ്പം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്തത് യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിലേക്ക് തിരിഞ്ഞപ്പോൾ, കാരണം നിങ്ങൾ യുദ്ധം നടത്തി, നിങ്ങളുടെ യുദ്ധത്തിൻ്റെ പ്രതിഫലനമാണ് നിങ്ങൾക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ പറ്റാത്തതും. അതിൻ്റെ കാരണമായിട്ട് ഞങ്ങൾ ട്രഡീഷണലി എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്ന മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറി വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായത്. നിങ്ങൾക്ക് എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റഷ്യ എടുത്ത് പോയത്. 2022 ഇന്ത്യ റഷ്യ എടുത്ത് അത്രത്തോളം ബിഗ് ക്വാണ്ടിറ്റിയിൽ എണ്ണ വാങ്ങിച്ചിരുന്നില്ല. യൂറോപ്പ് മിഡിൽ ഈസ്റ്റിലേക്ക് വന്ന് ഞങ്ങളുടെ മാർക്കറ്റിലേക്ക് കൈകടത്തിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് റഷ്യൻ മാർക്കറ്റിലേക്ക് വരേണ്ടി വന്നത്. ഓയിൽ അവൈലബിലിറ്റി ആ സമയത്ത് റഷ്യ എടുത്തേ ഉണ്ടായിരുന്നു, ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിച്ചു. ക്ലിയർ ആയിട്ടുള്ള മറുപടി. അടുത്ത്, നിങ്ങൾ എന്തിനാണ് ഈ മോറൽ ആംബിഗ്വിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മോറൽ ഈക്വലൻ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ വാദഗതികൾ ഉയർത്തുന്നത്? ഇതിനകത്ത് എന്ത് മൊറാലിറ്റിയാണ്? ആർക്കാണ് മൊറാലിറ്റി? നമ്മളെല്ലാം അഡൽട്ട് അല്ലേ? നമ്മൾ ഈ മുറിയിലിരിക്കുന്ന ആൾക്കാരെല്ലാം മുതിർന്ന ആൾക്കാരല്ലേ? ലോകം എങ്ങനെയാണ് സഞ്ചരിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യം. എന്നിട്ട് പറയുന്നത്, ഇന്ത്യയുടെ വെപ്പൺസ് ഒരിക്കലും ഒരു യൂറോപ്യൻ രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്ത് വന്നിട്ടില്ല. ഇന്ത്യയുടെ ആയുധങ്ങൾ, അത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ, നമ്മൾ ആർക്കും ഇന്ത്യയുടെ ആയുധങ്ങൾ കൊടുത്ത് യൂറോപ്പിലേക്ക് ആക്രമണം നടത്താൻ ഇന്ത്യ പ്രേരിപ്പിച്ചിട്ടില്ല. പക്ഷേ യൂറോപ്യൻസിൻ്റെ ആയുധങ്ങൾ ഇന്ത്യക്കുള്ളിൽ വന്നിട്ടുണ്ട്. അതായത് യൂറോപ്യൻ സെൽസ് വെപ്പൺസ് ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക്. നിങ്ങൾ ആയുധങ്ങൾ വിൽക്കുന്നു ഇന്ത്യ ആക്രമിക്കുന്നവർക്ക്. അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പം നടക്കുന്ന കാര്യമല്ല, സിൻസ് ലോങ് ടൈം നിങ്ങൾ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു, നേരിട്ടങ്ങ് പറഞ്ഞു കേട്ടോ, ഒരു രക്ഷയില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു. അതായത് ഒരു കില്ലിംഗ് ഷോട്ട്, ആ രീതിയിലാണ് ആൻസർ പോയത്. ഒരു രക്ഷയില്ല. ഇത് നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ഇന്ത്യൻ എന്നുള്ള നിലയിലാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. അല്ലാതെ പൊളിറ്റിക്സ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ, ഈ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ, ആ നോക്കിക്കാണുന്നവരുടെ മാനസികാവസ്ഥ അത്ര ചെറുതാണെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്തരത്തിൽ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ അത്ര ബ്രില്യൻ്റ് ആയിട്ട് ആൻസർ ചെയ്ത്, ഇത്ര ബോൾഡായിട്ട് ആ ഗ്ലോബൽ ഫോറത്തിൽ ഇരുന്ന് ഈ കാര്യം അങ്ങ് വിളിച്ചങ്ങ് പറയാണ്. നീ എനിക്കെതിരെ ആയുധം വിറ്റവനല്ലേ, പിന്നെ നീ എന്തിനാണ് ഇപ്പം ഈ എണ്ണ വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു മോറൽ ആംബിഗ്വിറ്റി വാദം ഉയർത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. മറുചോദ്യം ഒന്നുമില്ല. ആ എൻ്റയർ ക്രൗഡ് സൈലന്റ് ആയിരുന്നു. ഒറ്റൊരുത്തം പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം പിന്നെ ഉയർത്തിയില്ല. To obviously ask you about the Russia-Ukraine war. I think in Europe there was a feeling that India adopted what we would regard as a kind of moral equivalence between the two sides, that you were saying, well, it's a big shame, but maybe they should stop, but you were too sympathetic towards Russia, too willing to buy
oil from Russia. So, how would you explain that position to people here? Well, I'd make two observations. I buy oil. I buy oil based on cost and availability. So at that point of time, much of the oil available on the market was Russian because Europeans were essentially buying up the Middle East oil, which was our traditional supply. So circumstances pushed us in a certain direction. But since you spoke about moral ambiguity, I would say this, no European country has been attacked with Indian weapons. I wish I could say that for European weapons vis-a-vis India. So keep that in mind. Be more explicit so that people understand what you're saying. Europeans sell weapons which are used to attack India. Not now, for many, many years. We Indians have never done anything to endanger Europe. So I think that's a reasonable point. Okay. Minister Nusseibeh, I mean, you are right, പിന്നീട് ഫിൻലാൻഡിന്റെ ഫോറിൻ മിനിസ്റ്റർ അതിന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതായത് ഇന്ത്യ പറഞ്ഞു വെച്ചത് ഓയിൽ പ്രൈസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് നമ്മളോടൊപ്പം നിന്നിരുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എടുത്തിരുന്ന തീരുമാനമാണ് ഇന്ത്യയെ കൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങിപ്പിക്കുക എന്നുള്ളത് എന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. എനിവേ ആങ്കർ അലക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റച്ചൻ എന്ന് പറഞ്ഞ അയാളുടെ പേര് എല്ലാം അവിടെ ചമ്മി നാറിയിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് UAE മിനിസ്റ്റർ ലാന സക്കി നുസൈബ അവർ പറഞ്ഞത് ഇന്ത്യ UAE ട്രേഡ് ഡീൽ, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് 80 ഡേയ്സിലാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കിയത്. വിത്തിൻ 80 ഡേയ്സ്. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അത്തരത്തിൽ ഫാസ്റ്റ് ഫോർവേഡാണ് ഞങ്ങൾ നടത്തിയത് മാത്രമല്ല, ഞങ്ങൾ $100 ബില്യൺ ട്രേഡ് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ 2030 $200 ബില്യൺ ആയിട്ട് അതിനെ ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ 2027 എനിക്ക് അതുപോലെ യുദ്ധത്തിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയുടെ അടുത്ത് എപ്പോഴും ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെക്കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വാർ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ദാറ്റ് ഈസ് നോട്ട് അവർ വാർ എന്നാണ് യൂറോപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്ത് അർത്ഥമാണുള്ളത്? ഒരു സ്ഥലത്ത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് ആഗോളതലത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിനും ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പം റഷ്യ ഉക്രൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആവർത്തിച്ച് ഈ റഷ്യൻ എണ്ണയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിലും യുദ്ധം നടക്കുന്നുണ്ട്, ആഫ്രിക്കയിൽ യുദ്ധം നടക്കുന്നുണ്ട്. എവിടെയാണ് യുദ്ധമില്ലാതെ? ആ യുദ്ധത്തിനെല്ലാം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? അതിനനുസരിച്ച് നിങ്ങളുടെ വ്യാപാര ബന്ധത്തിൽ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി ഓയിൽ പർച്ചേസ് ചെയ്യുന്നത്? എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടി രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനത്തിനെ നിങ്ങൾക്ക് ഇത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലാണ് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പോയിന്റ് പറഞ്ഞു വെച്ചത്. ഫുൾ ആൻഡ് ഫുൾ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഡോക്ടർ ജയശങ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ അനുകൂലിച്ചാണ് ലാന സംസാരിച്ചത്. എക്സലൻ്റ് ആയിട്ട് അവരവിടെ സംസാരിച്ചു, കാര്യങ്ങൾ വൃത്തിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അതായത് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് നിങ്ങൾ ഇടപെടില്ല യൂറോപ്പ്, അത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിലപാടെടുത്ത് മാറി നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടണമെന്ന് നിങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്? അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അതാണ് അവർ പറഞ്ഞു വെച്ചത്. ഒട്ടാസ് മറുപടി അവിടെ നിന്നും കിട്ടി. ഉടനീളം ആ ഇൻ്റർവ്യൂ സെഷനിൽ യൂറോപ്പിനെ റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മറുപടികൾ തന്നെയാണ് ഉടനീളം ചർച്ചയായത്. കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ കുറേ നേരം അത് കണ്ടിരുന്നു. അതുപോലെ UAE മിനിസ്റ്റർ ലാന പറഞ്ഞു വെച്ചത് 2027 നോക്കൂ, 2027 ഞങ്ങൾക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ആവശ്യമില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് UAE ആവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എക്കോണമി ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ NRI താമസിക്കുന്നത് UAE-ലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. അതിലുപരിയായിട്ട് ഞങ്ങൾ ഗ്രോത്ത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. രണ്ട് രാജ്യങ്ങളും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ബൈപോളാർ പവർ ഗെയിം അതെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇടയിലാണ് നടക്കുന്നത്. പിന്നെ മിഡിൽ പവർ രാജ്യങ്ങൾ, ഈ മിഡിൽ പവർ രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യ ഉൾപ്പെടെ ഇന്ന് മിഡിൽ പവറായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, സൗത്ത് കൊറിയ ഇതെല്ലാം തന്നെ മിഡിൽ പവർ ഹാൻഡിൽ ചെയ്യുന്ന രാജ്യങ്ങളാണ്. പിന്നെ അതിലും താഴെയുള്ള രാജ്യങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ പൊസിഷൻ മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടെ ഈ ബൈപോളർ ക്ലാഷ് തടയുക എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങളുടെ ചുമതല. അല്ലാതെ അതിലെരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അത് ദോഷം ചെയ്യും. അപ്പോൾ എന്തായാലും ആ പവർ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സിലേക്ക് ആ പവർ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്സിലേക്ക് നമുക്ക് പിന്നീട് വരാം. വളരെ രസകരമായിട്ടുള്ള സബ്ജക്റ്റാണിത്. അപ്പോൾ ഇവിടെ ലാന പറഞ്ഞു വെച്ചത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് 2027 UAE-ക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ പൈപ്പ് ലൈൻ ത്രൂ ഓയിൽ സപ്ലൈ തുടങ്ങും.
ഇന്ത്യ ഒമാനിലേക്ക് പൈപ്പ് ലൈൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും പൈപ്പ് ലൈനിലൂടെ എണ്ണയും ഗ്യാസും കൊണ്ടുപോകാനുള്ള മാർഗ്ഗങ്ങൾ നോക്കുകയാണ്. ആ പ്രോജക്റ്റ് ഓൾറെഡി തന്നെ പൈപ്പ് ലൈനിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള മറുപടികളാണ് ഇന്ത്യയും യു എയും ഒരുമിച്ച് കൃത്യമായിട്ട് ആ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചത്. ഇതിനകത്ത് ജയശങ്കർ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഒന്ന് പറയുന്നുണ്ട്. അതായത് ജയശങ്കർ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഒരു വിഷയം പറയുന്നുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിക്കട്ടെ, ജിയോ പൊളിറ്റിക്സിൽ, ഓയിൽ മാർക്കറ്റിൽ, എനർജി മാർക്കറ്റിൽ വലിയ മാറ്റം വരും. ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റം വരും. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പം യുദ്ധം നടക്കുന്നു, അത് നടക്കുന്നു, ഇത് നടക്കുന്നു, നിങ്ങൾ അവിടെ വാങ്ങിക്കരുത്, ഇവിടെ വാങ്ങിക്കരുത്, നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യും, ഓഫ് ചെയ്യും, ഓൺ ചെയ്യും, ഓഫ് ചെയ്യും, നിങ്ങൾ റഷ്യ എടുത്ത് വാങ്ങിക്കരുത്. ഈ ഗെയിം ഒന്നും പിന്നെ അപ്പോൾ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴല്ലേ ഉള്ളൂ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും റെസ്ട്രിക്ഷൻസും. ഇത് അവസാനിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് അത് വളരെ വലുതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയും യു എയും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യു എ ഇന്ത്യയുടെ വളരെ ശക്തമായിട്ടുള്ള ഒരു എക്കണോമിക് പാർട്ണറായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഇന്ത്യയുടെ മാർക്കറ്റ് യു എക്ക് വേണ്ടിയിട്ട് ഫുള്ളി ഓപ്പൺ ആണ്. അതിൻ്റെ മറ്റൊരു സൈഡിൽ ഇന്ത്യയുമായിട്ട് ഇസ്രായേൽ കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് വളരെ ശക്തമായിട്ട് ഈ പാർട്ണർഷിപ്പ് മുന്നോട്ട് പോവാണ്. അപ്പം ഇപ്പോൾ യു എ സെപ്പറേറ്റ് ആയിട്ട് നെഗോസിയേഷൻ നടത്തി ഇറാൻ്റെ കോൺഫ്ലിക്റ്റിലേക്ക് ഒരു ഡീഎസ്കലേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ചർച്ച, ഇറാനുമായിട്ടുള്ള ചർച്ച യു എ നടത്തുന്നത് കൊണ്ടാണ് ഇത്തവണ യു എ ടാർഗറ്റ് ചെയ്യാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യു എ പുറകെ കൂടെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.